വർഷം 1600. കൃത്യമായി പറഞ്ഞാൽ 1600 ഡിസംബർ 31 ബ്രിട്ടീഷ് രാജ്ഞിയായിരുന്ന എലിസബത്ത് രാജ്ഞി ഒരു റോയൽ ചാർട്ടർ അല്ലെങ്കിൽ ഒരു രാജകീയ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. വ്യാപാരത്തിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജ്ഞി ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നത്. ഏഷ്യയിലും ആഫ്രിക്കയിലും വ്യാപാരം സുഗമമാക്കുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈ ഉത്തരവിനുണ്ടായിരുന്നു. ഈ ഉത്തരവിൻ്റെ ഫലമായി ഒരു കമ്പനി രൂപം കൊള്ളുകയാണ്. വ്യാപാരത്തിനായി വന്ന് പിന്നീട് ഇന്ത്യ എന്ന വലിയ രാജ്യത്തെ അടിമകളാക്കി മാറ്റിയ ബ്രിട്ടീഷുകാരുടെ ഈ കമ്പനിയുടെ പേരായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നത്. എൻ്റർടൈൻമെൻറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കേവലം വ്യാപാരത്തിനായി മാത്രം വന്ന ബ്രിട്ടീഷ് 200 വർഷത്തോളം ഇന്ത്യയെ എങ്ങനെ അടക്കി ഭരിച്ചു എന്നതാണ്. അപ്പോൾ നമുക്ക് കഥ തുടരാം. അങ്ങനെ 1600 സ്ഥാപിതമായ കമ്പനി വ്യാപാര ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും എത്തിച്ചേരുകയാണ്. ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ രാജാക്കന്മാരായിരുന്നു. ഇതേ സമയത്ത് പോർച്ചുഗൽ, ഫ്രാൻസ്, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും പല കമ്പനികളും ഇന്ത്യയിൽ വ്യാപാരം നടത്തിയിരുന്നു. പക്ഷേ ഇവരിൽ നിന്നും വ്യത്യസ്തമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഈ കമ്പനിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ട്രേഡ് മൊണോപ്പൊളിയും നൽകുന്നുണ്ട്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തവ അവകാശമാണ്. അതായത് ഇംഗ്ലണ്ടിൽ നിന്നും ഇന്ത്യയിലും സമീപ പ്രദേശങ്ങളിലും വന്ന് ആവശ്യാനുസരണം വ്യാപാരം നടത്താനുള്ള കുത്തവ അവകാശം. ഇതിന് പകരമായി കമ്പനി തങ്ങൾക്ക് വ്യാപാരം നടത്തി കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകും. ഇന്ത്യയിൽ കമ്പനി എത്തിച്ചേർന്നപ്പോൾ ഇന്ത്യ ഭരിച്ചിരുന്നത് മുഗൾ ചക്രവർത്തിയായിരുന്ന ജഹാംഗീർ ആയിരുന്നു. വ്യാപാരത്തിനായി ഇന്ത്യയിലെത്തിയ കമ്പനിയെ 2 കൈയും നീട്ടിയാണ് ജഹാംഗീർ ചക്രവർത്തി സ്വീകരിച്ചത്. കമ്പനിക്ക് ഇന്ത്യയിൽ വ്യാപാരം നടത്താനുള്ള സൗകര്യവും രാജാവ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വ്യാപാരാവശ്യത്തിനായി ഗുജറാത്തിലെ സൂററ്റിൽ തങ്ങളുടെ ആദ്യത്തെ ട്രേഡ് ഫാക്ടറി സ്ഥാപിക്കുകയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഈ വരവിൽ അതൃപ്തരായിരുന്ന പോർച്ചുഗീസുകാർ ബ്രിട്ടീഷ് കപ്പലുകളെയൊക്കെ ആക്രമിക്കുന്നുണ്ടെങ്കിലും ബ്രിട്ടീഷ് സൈന്യത്തിന് മുൻപിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായില്ല. പിന്നീട് ഇന്ത്യയിൽ തങ്ങളുടെ ആധിപത്യം വർദ്ധിപ്പിക്കാനായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ കോട്ടകളൊക്കെ പണിതുയർത്തുന്നുണ്ട്. അതോടൊപ്പം ശക്തമായ ഒരു സൈന്യത്തെയും കമ്പനി നിലനിർത്തിപ്പോന്നു. അങ്ങനെ കമ്പനി പതുക്കെ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വ്യാപാര ശക്തിയായി വളർന്നു വരികയാണ്. ഇന്ത്യയിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് ലഭിക്കുന്ന കുരുമുളക് പോലെയുള്ള ഉൽപ്പന്നങ്ങൾ ഇംഗ്ലണ്ടിലെത്തിച്ച് കമ്പനി വൻ ലാഭമുണ്ടാക്കി. ലാഭത്തിൻ്റെ ഒരു ഭാഗം കൃത്യമായി കൈപ്പറ്റിയിരുന്ന ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനും ഇത് വളരെ മെച്ചമുണ്ടാക്കി കൊടുത്തിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെ ലാഭമൊക്കെ നേടിത്തുടങ്ങിയ കമ്പനി തങ്ങളുടെ ആദ്യ ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. അത് മറ്റൊന്നുമായിരുന്നില്ല, തങ്ങളോടൊപ്പം ഇന്ത്യയിൽ വ്യാപാരം നടത്തുന്ന മറ്റ് രാജ്യങ്ങളെക്കാൾ അധികാരം ഇന്ത്യയിൽ നേടിയെടുക്കുക എന്നതായിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ വ്യാപാര മേഖലയിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയോഗിയായിരുന്ന ഫ്രാൻസിനെതിരെ 2ാം കർണാട്ടിക് യുദ്ധമൊക്കെ നടത്തുന്നത്. അങ്ങനെ അധികം വൈകാതെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ശക്തരായ വിദേശ വ്യാപാര കമ്പനിയായി മാറുകയാണ്. അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് നീങ്ങി ഇന്ത്യയിലെ പ്രബലരായിരുന്ന മുഗൾ രാജാക്കന്മാർ ദുർബലരായിക്കൊണ്ടിരുന്നു. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നാട്ടുരാജാക്കന്മാർ അധികാരം പിടിച്ചെടുക്കുകയും തങ്ങളുടെ നാട്ടുരാജ്യങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെയുള്ള നാട്ടുരാജ്യങ്ങളുടെ ഉയർന്നുവരവ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വളരെ തന്ത്രപരമായി ഉപയോഗിക്കുകയാണ്. അതായത് തങ്ങളുടെ അടുത്ത ലക്ഷ്യമായ ഇന്ത്യയുടെ അധികാരം പൂർണ്ണമായും കൈയാളുക എന്നതിലേക്ക് കമ്പനി നീങ്ങുകയാണ്. ഇന്ത്യയുടെ അധികാരം പൂർണ്ണമായും പിടിച്ചെടുത്താൽ ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ സൗജന്യമായി തങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുകയും ഉയർന്ന വിലയ്ക്ക് ഇവ അവിടെ വിൽക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് കമ്പനിക്ക് അറിയാമായിരുന്നു.
ഈ പ്രവൃത്തിയിലൂടെ തങ്ങൾ ഇപ്പോൾ നേടുന്നതിൻ്റെ ഇരട്ടി ലാഭം നേടിയെടുക്കാൻ സാധിക്കുമെന്നും കമ്പനി മനസ്സിലാക്കി. മാത്രമല്ല, നിലവിൽ നാട്ടുരാജാക്കന്മാർ പിരിച്ചുകൊണ്ടിരിക്കുന്ന നികുതിയും നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിലൂടെ തങ്ങൾക്ക് നേടിയെടുക്കാമെന്നും കമ്പനി തിരിച്ചറിഞ്ഞു. ആയതിനാൽ തന്നെ ഓരോ നാട്ടുരാജ്യങ്ങളായി ഇന്ത്യ മുഴുവനായി പിടിച്ചെടുക്കാൻ കമ്പനി ഗൂഢാലോചന നടത്തുകയാണ്. ഗൂഢാലോചനയ്ക്കൊടുവിൽ നാട്ടുരാജാക്കന്മാരെ ചതിയിലൂടെ വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാമെന്ന് കമ്പനി മനസ്സിലാക്കി. ഓരോ നാട്ടുരാജ്യങ്ങളിലുമുള്ള അധികാരമോഹികളെ സ്വാധീനിച്ച് നാട്ടുരാജാക്കന്മാരെ വകവരുത്താൻ കമ്പനി പദ്ധതി മെനഞ്ഞു. ഇതേ രീതിയിലാണ് 1757 ബംഗാൾ ഭരിച്ചുകൊണ്ടിരുന്ന സിറാജുദ്ദൗളയെ കമ്പനി തോൽപ്പിക്കുന്നത്. സിറാജുദ്ദൗളയുടെ പടത്തലവനായിരുന്ന മിർ ജാഫറിന് മോഹന വാഗ്ദാനങ്ങൾ നൽകിയാണ് സിറാജുദ്ദൗളയെ കമ്പനി തോൽപ്പിച്ചത്. ഈ യുദ്ധത്തെക്കുറിച്ചുള്ള വിശദമായുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അങ്ങനെ സിറാജുദ്ദൗളയെ തോൽപ്പിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിർ ജാഫറിനെ ബംഗാളിൻ്റെ പുതിയ നവാബായി നിയമിക്കുകയും മിർ ജാഫറിലൂടെ ബംഗാളിൻ്റെ അധികാരം കൈയാളുകയും ചെയ്യുകയാണ്. ഇങ്ങനെ ഓരോ നാട്ടുരാജ്യങ്ങളിലെയും ഭരണത്തിലെ പോരായ്മകൾ കൃത്യമായി മുതലാക്കിക്കൊണ്ട് കമ്പനി തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കുകയാണ്. ഇതിനിടയിൽ കമ്പനിക്ക് കീഴിലല്ലാത്ത പല നാട്ടുരാജ്യങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യുകയും പരസ്പരം സ്ഥലങ്ങൾ കയ്യേറുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇക്കാരണത്താൽ തന്നെ നാട്ടുരാജാക്കന്മാർ യുദ്ധഭീതിയിലായിരുന്നു കഴിഞ്ഞിരുന്നത്. കാരണം അയൽ നാട്ടുരാജ്യത്തു നിന്ന് എപ്പോൾ വേണമെങ്കിലും യുദ്ധമുണ്ടായേക്കാം. മാത്രമല്ല, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും എപ്പോൾ വേണമെങ്കിലും തങ്ങളുടെ രാജ്യത്തിനെതിരെ യുദ്ധവുമായി വരാം. രാജാക്കന്മാർക്കിടയിലെ ഈ യുദ്ധഭീതി കൃത്യമായി മനസ്സിലാക്കിയ കമ്പനി ചതി നിറഞ്ഞ മറ്റൊരു അടവു നയത്തിലൂടെ യുദ്ധത്തിലൂടെ അല്ലാതെ തന്നെ ഈ രാജ്യങ്ങളുടെ അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥയിലൂടെയാണ് കമ്പനി ഈ കാര്യം നടപ്പിലാക്കുന്നത്. അന്നത്തെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് വെല്ലസ്ലിയാണ് ഈ വ്യവസ്ഥ നടപ്പിലാക്കുന്നത്. ഈ വ്യവസ്ഥ അനുസരിച്ച് യുദ്ധഭയമുള്ള നാട്ടുരാജ്യങ്ങൾക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം സംരക്ഷണം നൽകും. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന ഏത് നാട്ടുരാജ്യത്തിനെതിരെ വരുന്ന യുദ്ധവും കമ്പനിയുടെ സൈന്യവും ചെറുക്കും. കേൾക്കുമ്പോൾ നല്ലതായി തോന്നുന്ന ഈ വ്യവസ്ഥയിൽ കമ്പനി തങ്ങളുടെ കുശാഗ്രബുദ്ധി കലക്കിച്ചേർത്തിരുന്നു. അതായത്, ഈ വ്യവസ്ഥയിൽ ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കണ്ടീഷൻ, നാട്ടുരാജ്യങ്ങളുടെ സംരക്ഷണത്തിനായി കമ്പനി നൽകുന്ന സൈന്യത്തിൻ്റെ ചിലവ് നാട്ടുരാജ്യങ്ങൾ തന്നെ വഹിക്കണം എന്നതായിരുന്നു. അടുത്ത കണ്ടീഷൻ, ഒരു ബ്രിട്ടീഷ് റെസിഡൻറ്റിനെ രാജ്യത്ത് നിയമിക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, ഈ വ്യവസ്ഥയിലുള്ള നാട്ടുരാജ്യങ്ങൾ കമ്പനിയുടെ അനുവാദം കൂടാതെ മറ്റ് നാട്ടുരാജ്യങ്ങളുമായി യാതൊരു ഇടപാടിനും പോകരുത്. ചുരുക്കി പറഞ്ഞാൽ, സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ടിട്ടുള്ള നാട്ടുരാജ്യങ്ങളുടെ പരമാധികാരം കമ്പനി കൈയാളും. ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ സൈനിക സഹായ വ്യവസ്ഥ നല്ലതായി തോന്നിയ നാട്ടുരാജാക്കന്മാരിൽ പലരും ഈ വ്യവസ്ഥയിൽ ഏർപ്പെട്ട് തങ്ങളുടെ നാട്ടുരാജ്യം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് പണയപ്പെടുത്തുകയാണ്. 1798 ഹൈദരാബാദിലെ നിസാമാണ് സൈനിക സഹായ വ്യവസ്ഥയിൽ ആദ്യമായി ഏർപ്പെടുന്നത് എന്നത് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ നാട്ടുരാജ്യങ്ങളുടെ അധികാരം കമ്പനി പിടിച്ചെടുക്കുകയാണ്. ഇതോടൊപ്പം ദത്തവകാശ നിരോധന നിയമം പോലെയുള്ള നിയമങ്ങളിലൂടെ അനന്തരാവകാശികൾ ഇല്ലാതിരുന്ന നാട്ടുരാജ്യങ്ങൾ ദത്തവകാശികൾക്ക് കൊടുക്കാതെ തന്നെ കമ്പനി പൂർണ്ണമായും ഏറ്റെടുക്കുന്ന അവസ്ഥയുമുണ്ടായി. ഡൽഹൌസി പ്രഭുവാണ് ഈ നിയമം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള മുടന്തൻ നിയമങ്ങളിലൂടെ ഇന്ത്യയെ പൂർണ്ണമായും തങ്ങൾക്ക് കീഴിലാക്കുകയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അങ്ങനെ വെറും വ്യാപാരികളായി ഇന്ത്യയിലെത്തിയ കമ്പനി ഇന്ത്യയുടെ അധികാരം കൈയാളുകയാണ്. എന്നാൽ പിന്നീട് കമ്പനിയുടെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ 1857 വിപ്ലവത്തിലൂടെ കമ്പനിക്കെതിരെ തിരിയുന്നുണ്ട്. ഈ വിപ്ലവത്തിൽ കമ്പനിയെ തോൽപ്പിക്കാനായില്ലെങ്കിലും കമ്പനി ഭരണത്തിന് തിരശ്ശീലയിടാൻ ഇന്ത്യക്ക് സാധിച്ചു. ഈ വിപ്ലവത്തിന് ശേഷം
ബ്രിട്ടീഷ് ക്രൗൺ നേരിട്ട് ഇന്ത്യ ഭരിക്കാൻ തുടങ്ങി. അതോടൊപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് അടിത്തറ പാകാനും 1857 ഈ വിപ്ലവത്തിനായി. വിപ്ലവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒടുവിൽ 1947 ഓഗസ്റ്റ് 15 നിരന്തരമായ സമരങ്ങൾക്കും സത്യാഗ്രഹങ്ങൾക്കും ശേഷം ഇന്ത്യ ബ്രിട്ടീഷ് അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രയായി മാറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യാപാരികളായി വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എങ്ങനെ ഇന്ത്യയുടെ അധികാരം പിടിച്ചെടുത്തുവെന്ന് മനസ്സിലാക്കാൻ സാധിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.